കളമശ്ശേരി കഞ്ചാവ് കേസിലെ പ്രതികൾ KSUക്കാരല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം പൊളിയുന്നു. അറസ്റ്റിലായ കഞ്ചാവ് മൊത്തക്കച്ചവടക്കാരൻ ഷാലിക്ക് KSU യൂണിറ്റ് സെക്രട്ടറി തന്നെ. ഷാലിക്ക് കളമശ്ശേരി പോളിടെക്നിക് സെക്രട്ടറി ആയപ്പോൾ KSU പുറത്തിറക്കിയ പോസ്റ്റർ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. കഞ്ചാവ് കേസിൽ KSU നേതാക്കൾ പിടിയിലായതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പ്രതികളെ ന്യായീകരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതികളുടെ KSU ബന്ധം ചൂണ്ടിക്കാട്ടിയ കൈരളി ന്യൂസ് റിപ്പോർട്ടറോട് പ്രതിപക്ഷ നേതാവ് തട്ടിക്കയറുകയും ചെയ്തു. കൈരളിക്കാരൻ പറഞ്ഞാൽ KSUക്കാർ കഞ്ചാവ് കടത്തുകാർ ആവില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വാദം. നിങ്ങളെ വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ. പോലീസ് വളരെ കൈരളി പറഞ്ഞാൽ KSUക്കാരൻ വരില്ല, അതിൽ പ്രതിയാവില്ല. പോലീസാണ് അന്വേഷിക്കുന്നത്. എന്നാൽ മുഖ്യപ്രതിയായ ഷാലിക്ക് KSU നേതാവാണെന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവ് കൂടി കൈരളി ന്യൂസ് പുറത്തുവിടുകയാണ്. KSU ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ KSU ഭാരവാഹികളുടെ പേരും ഫോട്ടോയും അടങ്ങുന്ന പോസ്റ്ററാണിത്. KSU പോളി യൂണിറ്റ് ഭാരവാഹികളിൽ സെക്രട്ടറി ഷാലിക്ക് ഉൾപ്പെടെയുള്ളവരുടെ ഫോട്ടോയും വിവരങ്ങളും പോസ്റ്ററിലുണ്ട്. കളമശ്ശേരി പോളിടെക്നിക്കിൽ KSU മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഷാലിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. KSU സംസ്ഥാന സെക്രട്ടറി ജിഷ്ണു ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും ഈ ചിത്രങ്ങളിലുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 3 പേരും KSU നേതാക്കളാണെന്ന് ഇതോടെ വ്യക്തമായിരുന്നു. ഷാലിക്ക്, ആഷിഖ്, ആകാശ്. ഇതിൽ ഷാലിക്കും ആഷിഖും കഞ്ചാവ് മൊത്തമായി ഇതര സംസ്ഥാന തൊഴിലാളിൽ നിന്ന് വാങ്ങി ആകാശിൻ്റെ മുറിയിലെത്തിക്കുകയായിരുന്നു. ആകാശ് KSU യൂണിറ്റ് ഭാരവാഹിയാണെന്ന് യൂണിറ്റ് പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തതാണ്. ആകാശ് ഞങ്ങളൊപ്പം KSUവിനൊപ്പം ഉള്ളതാണ്, പക്ഷെ ഞാനാണ് മത്സരിച്ചതും ഇവൻ യൂണിറ്റ് മെമ്പറൊക്കെ ആയിട്ട് നിന്നതും. പിടിയിലായവരെല്ലാം KSU നേതാക്കൾ. കഞ്ചാവ് മൊത്തക്കച്ചവടക്കാർ മുതൽ ചില്ലറ വിൽപ്പനക്കാർ വരെ. വിവരങ്ങൾ തെളിവുകളായി പുറത്തു വന്നിട്ടും പോലീസ് പിടികൂടിയതിനു ശേഷവും അവരെ പിന്തുണയ്ക്കുകയും ന്യായീകരിക്കുകയുമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. കഞ്ചാവ് കേസിൽ പിടിയിലായ KSU നേതാക്കളെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവിനും അവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്കും ഇതിൽ പരം തെളിവുകൾ ഇനി എന്തു വേണം? സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.